ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനമെന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ യോഹന്നാൻ്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന 4-ാം സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 14-ാം അധ്യായത്തിൻ്റെ വചനവ്യാഖ്യാനം അവസാനിപ്പിച്ച് വചന വിചിന്തനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. അതിൻ്റെ തുടർ ക്ലാസ്സുകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത്. ബൈബിളിലെ പുതിയ നിയമത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞ് യേശു കർത്താവിലും പിതാവായ ദൈവത്തിലുമുള്ള വിശ്വാസത്തിങ്കിലേക്ക് നമ്മെ ഏവരെയും ക്ഷണിക്കുന്ന പുത്രനായ രക്ഷകനായ യേശു കർത്താവിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. 2ഉം 3ഉം വാക്യങ്ങളുടെ വിചിന്തനമാണ് ഇപ്പോൾ നമ്മൾ ആദ്യമേ കാണാനായി പോകുന്നത്. വചന വിചിന്തനത്തിനു വേണ്ടി നമുക്ക് ആ വചനങ്ങൾ രണ്ടും ഒന്ന് വായിച്ചു കേൾക്കാം ഒരിക്കൽ കൂടി. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങൾ ബൈബിൾ കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിൽ എടുക്കണേ. എന്നോടൊപ്പം ഈ വചനം നിങ്ങളും ഒന്ന് വായിച്ചു നോക്കുക. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ത്രിത്വൈക ദൈവത്തിൽ പ്രധാനമായും പിതാവിലും പുത്രനിലുമുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന യേശു കർത്താവിൻ്റെ വാക്കുകൾക്ക് ശേഷം നമ്മൾ കാണുന്ന 2 വാക്യങ്ങളാണ് നമ്മൾ വിചിന്തനത്തിനു വേണ്ടി ഇപ്പോൾ വിധേയമാക്കുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ. അവിടെ നമ്മൾ കാണുന്ന കാര്യത്തെക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും നമ്മുടെയൊക്കെ മനസ്സുകളിൽ സൂക്ഷിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇതാണ്: പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലം ഒരുക്കുന്നതിനും വീണ്ടും വന്ന് അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുമാണ് താൻ പോകുന്നത് എന്ന് ഈശോ തൻ്റെ ശിഷ്യന്മാരെ അറിയിക്കുന്ന, പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാണിത്. കർത്താവിൻ്റെ യോഹന്നാൻ്റെ വീക്ഷണമനുസരിച്ചുള്ള അന്ത്യപ്രഭാഷണങ്ങൾ എന്നറിയപ്പെടുന്ന വചനഭാഗത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് പ്രവചന രൂപത്തിൽ. അപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം അസ്വസ്ഥമാകുന്നു, അവർക്ക് വലിയ സങ്കടമുണ്ടാകുന്നു. കാരണം എന്താ? തങ്ങളുടെ കൂടെ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നടക്കുന്ന, തങ്ങളുടെ ഗുരുവും നാഥനുമായ, തങ്ങൾ ആധാരമർപ്പിച്ചിരിക്കുന്ന, വിശ്വാസമർപ്പിച്ചിരിക്കുന്ന യേശു കർത്താവ് തങ്ങളിൽ നിന്നും എടുക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നു. അതും കുരിശുമരണത്തെക്കുറിച്ചൊക്കെയാണ് അവൻ പറയുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം അസ്വസ്ഥമായി, അവരുടെ കണ്ണുകൾ കലങ്ങി, അവരുടെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി, മനസ്സിൽ സങ്കടമുണ്ടായി. ഇത് മനസ്സിലാക്കിയിട്ടാണ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അസ്വസ്ഥമാകാതിരിക്കാനുള്ള കാരണം എന്താണ് എന്ന് കർത്താവ് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഹൃദയം അസ്വസ്ഥമാകാതിരിക്കേണ്ടത്? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുവിൻ. ട്രസ്റ്റ് ഇൻ ഗോഡ്, ബിലീവ് ഇൻ ഗോഡ്, ഓർ ഹാവിങ് ഫെയ്ത്ത് ഇൻ ഗോഡ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചാൽ പിന്നെ നിങ്ങളുടെ മനസ്സ് കലങ്ങേണ്ടതില്ല, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടതില്ല, കണ്ണുകളെ ഈറനണിയിക്കേണ്ടതില്ല. നിങ്ങൾ
ജാഗരൂകതയോടുകൂടെ അവനോട് കൂടെയായിരിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി എന്ന് ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണിത്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? ഞാൻ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാവോ? എന്തിനാണ് ഈശോ പോയത്? നമുക്ക് ആവശ്യത്തിനുള്ള വാസസ്ഥലങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഈശോയോട് കൂടെ സ്വർഗത്തിലായിരിക്കണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. നമ്മുടെ രക്ഷകനായ യേശു കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും അവനോട് കൂടെയായി അവൻ എവിടെയാണോ അവിടെ ഞാനും നിങ്ങളുമായിരിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ പോയി നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കുകയാണ്. എവിടാണ് ഈശോ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നത്? കർത്താവ് പിതാവിങ്കലേക്ക് പോയി സ്വർഗരാജ്യത്തിൽ നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുമെന്ന് അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും അവിടേക്ക് നമ്മളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഹിതം. അവനോട് കൂടെയായിരിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നത്. ഇത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പരാമർശമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു പരാമർശം കർത്താവ് നൽകുകയാണ്. സുവിശേഷങ്ങളൊക്കെയും പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ എഴുതപ്പെട്ടത് രക്ഷകനായ ദൈവത്തിൽ ഞാനും നിങ്ങളും വിശ്വസിക്കുന്നതിനും അവനോടുകൂടെ സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. കാരണം വിശുദ്ധ ബൈബിൾ രക്ഷാകര സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ രക്ഷയുടെ സന്ദേശം എന്ന് പറയുക, ഈ ലോകത്തിൽ പാപലേശമില്ലാതെ ജീവിക്കുന്നവർ, അഥവാ പാപം ചെയ്താലും അനുതപിച്ച് മനസ്സാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്ന എല്ലാവരും സ്വർഗരാജ്യം അവകാശപ്പെടുത്തണമെന്നുള്ള യേശു കർത്താവിൻ്റെ വലിയ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് രാജാക്കന്മാരിലൂടെ, ന്യായാധിപന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ അവൻ നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിയത്. സ്നാപക യോഹന്നാൻ എന്ന അവസാനത്തെ പ്രവാചകനിലൂടെയും മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ദൈവപുത്രനായ യേശു കർത്താവ് പറയുന്ന വാക്കുകളും. സ്വർഗം സ്വന്തമാക്കാൻ വേണ്ടി നമ്മളെ എല്ലാവരെയും അവൻ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗമെന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗീയമായ സന്തോഷമെന്ന് പറഞ്ഞാൽ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് അവനോട് കൂടെയായിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. കർത്താവ് ദൈവം എവിടെയുണ്ടോ അതാണ് നമ്മുടെ സ്വർഗം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ നാമത്തിൽ 2 or 3 പേർ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യത്തിലുണ്ട്, അത് നിങ്ങൾക്ക് സ്വർഗമാണ്. അതുകൊണ്ട് തന്നെയും ചിലപ്പോഴെങ്കിലുമൊക്കെ കാറ്റഗിസം ക്ലാസ്സുകളിൽ ചെറിയ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതിൻ്റെ ഭാഗമായി നമ്മളൊക്കെ ചിന്തിച്ച് വശമായിട്ടുണ്ട്, സ്വർഗം എന്നത് എവിടെയോ ഒരു സ്ഥലമാണ്. ഒരു ചിന്ത മനസ്സിൽ കയറിയിട്ടുണ്ട് ഇല്ലേ? മുകളിലെവിടോ ആകാശങ്ങളിലെവിടോ ഉള്ള ഒരു സ്ഥലമാണ് സ്വർഗമെന്ന്. എന്നാൽ ദൈവശാസ്ത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് സ്ഥലകാല പരിമിതികൾക്കതീതമായ ഒരു ജീവിത അവസ്ഥയാണ് സ്വർഗരാജ്യം എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവത്തെ മുഖാഭിമുഖം കണ്ട് മാലാഖമാരോടൊപ്പം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ പാടിസ്തുതിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ് സ്വർഗീയ അനുഭവം എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും അവിടുത്തെ വാസസ്ഥലമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദൈവത്തോട് കൂടെയായിരിക്കുന്നവൻ ദൈവം വസിക്കുന്ന വാസസ്ഥലമായി മാറണം. അതായത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലും സ്വർഗത്തിൻ്റെ അനുഭവം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ് സത്യം. സ്വർഗരാജ്യം ഭൂമിയിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആരംഭിച്ചു കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്ന നമ്മുടെ പരിസരങ്ങളിൽ, നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങൾ സ്വർഗസമാനമായ അനുഭവമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം. അതുകൊണ്ട് ത്രിത്വ സഹവാസമാണ് ഇതിൻ്റെ അന്തസത്ത എന്ന് സഹോദരങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അതിനെക്കുറിച്ച് യോഹന്നാൻ തന്നെയും തൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട് കേട്ടോ.
യോഹന്നാൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ നാം ഇപ്രകാരം ഒരു വചനം വായിക്കുന്നുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനോടൊപ്പം വാസമുറപ്പിക്കുകയും ചെയ്യും. ത്രിത്വൈക ദൈവം നമ്മിൽ വാസമുറപ്പിക്കുന്ന അവസ്ഥാവിശേഷത്തെയാണ് സ്വർഗരാജ്യത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ദൈവിക സാന്നിധ്യത്തിലായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ സ്വർഗരാജ്യത്തിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക സാന്നിധ്യത്തിൽ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്ന് ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭൂമിയിൽ ആരംഭിച്ച സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണത ഈ ലോക ജീവിതത്തിനു ശേഷമാണ് അനുഭവവേദ്യമാകുന്നത്. അതായത് സ്വർഗരാജ്യമെന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയുന്നത് മരണത്തിന് ശേഷം മാത്രമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഈ ലോകത്തിൽ ആരംഭിച്ച സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിനു ശേഷം അനുഭവവേദ്യമാകുന്നതാണ്. ഇവിടെ ആരംഭിച്ചു, ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ഈ ലോകത്തിൽ തന്നെയും ആരംഭിച്ച സ്വർഗരാജ്യാനുഭവം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് മരണത്തിനു ശേഷം ഈ ലോകത്തിൽ നിന്നും നമ്മൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുമ്പോഴാണ്. അതായത് സ്വർഗരാജ്യമെന്ന യാഥാർത്ഥ്യത്തെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ കഴിയുന്നത് മരണത്തിനു ശേഷം മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ കേവലം മരണത്തിന് ശേഷം മാത്രം സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ല. ഈ ലോകത്തിൽ ആരംഭിച്ച് മരണത്തിന് ശേഷം അത് പൂർണ്ണതയിൽ എത്തിച്ചേരുന്ന ഒരു അനുഭവമാണ്, അവസ്ഥാവിശേഷമാണ് സ്വർഗരാജ്യ അനുഭവം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സ്വർഗരാജ്യ അനുഭവം സ്വന്തമാക്കാനായി വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് യേശുനാഥൻ്റെ ഈ വാക്കുകളിലൂടെ യോഹന്നാൻ 14-ാം അധ്യായം 2-3 വാക്യങ്ങളിലൂടെ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് ദൈവികമായി ഈ കൃപാവരത്തിൽ ജീവിക്കാനും ത്രിത്വൈക സന്നിധിയിലായിരിക്കാനും പരിശ്രമിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് സ്വർഗരാജ്യ അനുഭവം സ്വന്തമാക്കാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. ഇതാവണം നമ്മുടെ ലക്ഷ്യം. സ്വർഗമാകുന്ന ലക്ഷ്യത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാകുക. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം ഇതാണ് കേട്ടോ. നമ്മൾ എന്തിനാ മെച്ചപ്പെട്ടവരായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്? ഈ ലോകത്തിൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ മെച്ചപ്പെട്ടവരായി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, നന്മയുള്ളവരായി ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ പൂർണ്ണതയിലുള്ള അനുഭവം സ്വന്തമാക്കാൻ സാധിക്കുമെന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് നിങ്ങളെക്കുറിച്ചുള്ള യേശു കർത്താവിൻ്റെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഈ വചനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ അതിന് തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് കടക്കുകയാണ്. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളെ നമ്മൾ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. പദാനുപദം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഗ്രഹിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ വിചിന്തനത്തിലേക്ക് കടക്കുക. നമ്മുടെ 4 മുതൽ 10 വരെയുള്ള വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആദ്യം, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത
എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, 4-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെയുള്ള ഭാഗം ഒരു പോർഷനായി എടുത്ത് അതിൻ്റെ വിചിന്തനം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അവിടെ എഴുതി വച്ചിരിക്കുന്നൊന്ന് വായിച്ചു നോക്കാവോ? ഈശോ പിതാവിലേക്കുള്ള വഴിയാണ്. നമ്മൾ 1-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ ആദ്യ നാളുകളിൽ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യേശു പിതാവിങ്കലേക്കുള്ള വഴിയാണ് എന്ന് യോഹന്നാൻ്റെ പ്രലോഗ് അഥവാ ആമുഖ വാക്കുകളിൽ തന്നെയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് വചനം പറയാണ്, പലരും വഴിയാകുന്ന ഈശോയിൽ തങ്ങി നിൽക്കുകയാണ്. വഴിയിൽ തങ്ങി നിൽക്കേണ്ടവരല്ല ഞാനും നിങ്ങളും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണിത്. മറിച്ച് ആ വഴി നമ്മളെ നയിക്കേണ്ടത് എങ്ങോട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ വഴിയെ ദൈവത്തിങ്കലേക്ക്, പിതാവിങ്കലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് തിരിച്ചറിയുക. അതുകൊണ്ടാണ് വഴിയാകുന്ന ഈശോയിൽ തങ്ങി നിൽക്കാതെ ഈശോയോടുള്ള ഭക്തിപരമായ ബന്ധത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ക്രൈസ്തവ ജീവിതമാണ് പലരും നയിക്കുന്നത് എന്ന് ഒരു കോഷൻ, ഒരു വാർണിംഗ് നമുക്ക് നൽകുന്നുണ്ട്. കേവലം പുറംമോടിയിലുള്ള ഭക്ത അഭ്യാസങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നവരാകരുത്. ഭക്തി വേണം കേട്ടോ, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. എന്നാൽ പുറംമോടിയിൽ പുറത്ത് നമ്മൾ കാണിക്കുന്ന ഭക്ത അഭ്യാസങ്ങളെക്കാൾ നമ്മുടെ ആന്തരികമായ വിശ്വാസത്തിൻ്റെ നിറവിലേക്കും പൂർണ്ണതയിലേക്കും ആ ഭക്തി നമ്മളെ നയിക്കണമെന്നാണ് ഈ വചനഭാഗം ഓർമ്മപ്പെടുത്തുക. വഴി നമുക്ക് തന്നിട്ടുണ്ട്, ആ വഴിയിൽ മാത്രം നോക്കി നിൽക്കേണ്ടവരല്ല. കാരണം വർണ്ണസഫലമാണ് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന വഴി. വർണ്ണസഫലമായി വഴികളിൽ കണ്ണുടക്കി നിൽക്കുന്നവരാകാതെ ദൈവമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് നമുക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ഭക്തിപരമായ ഒരു ദൈവബന്ധത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാകരുത്. മറിച്ച് ആ ഭക്തി നമ്മെ നയിക്കേണ്ടത് ക്രിസ്തുവിലുള്ള തൃത്വൈക ദൈവത്തിലുള്ള പരിപൂർണമായ വിശ്വാസത്തിലേക്കാണ്. വിശ്വാസം വഴിയായിട്ടാണ് ഞാനും നിങ്ങളും ദൈവത്തിങ്കിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഈശോ വന്നതിൻ്റെ ലക്ഷ്യം തന്നെയും പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്താനും പിതാവുമായി മനുഷ്യകുലത്തെ ബന്ധിപ്പിക്കാനുമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ചിലരെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛാ നമ്മുടെ പള്ളികളിൽ എന്തിനാ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പഴയ നിയമത്തിൽ മോശ വഴിയായി ദൈവപിതാവ് യഹോവയാകുന്ന ദൈവം 10 കൽപ്പനകൾ കൊടുത്തപ്പോൾ കൃത്യമായി പറഞ്ഞതല്ലേ ഈ ലോകത്തിൽ ഒന്നിൻ്റെയും രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്ന്. പിന്നെ എന്തിനാണ് നമ്മുടെ ദേവാലയങ്ങളിൽ രൂപങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? സഹോദരങ്ങളെ, നമുക്കറിയാലോ, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ, അപ്പൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു, സഹോദരങ്ങൾ മരിച്ചു, കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരാരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ തീർച്ചയായും മനസ്സിൽ എപ്പോഴും ഓർമ്മയിലുണ്ടാകും, ഇല്ലേ? എന്നാലും നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താ അത്? അവരുടെ മനോഹരമായ, നമുക്ക് കാണാൻ ഇഷ്ടമുള്ള അവരുടെ ഒരു ഫോട്ടോ എടുത്ത് ഭിത്തിയിൽ വെക്കാറുണ്ട്, ഇല്ലേ? തമാശയ്ക്കാണെങ്കിലും ചോദിക്കാറില്ലേ, ഭിത്തിയിലൊക്കെ കയറിയിരിക്കണ്ടേ എന്ന് ചോദിക്കാറില്ലേ? എന്താ അത് അർത്ഥമാക്കുന്നത്? അവരുടെ ഫോട്ടോ ഭിത്തിയിൽ കാണാതെ തന്നെയും എനിക്കറിയാം അവരെൻ്റെ ആരാണെന്നുള്ളത്. അവരെക്കുറിച്ചുള്ള ഓർമ്മ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഓരോ തവണ അവരെ കടന്നു പോകുമ്പോഴും ആ ഭിത്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ഫോട്ടോയിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കുന്നില്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ അവരുടെ ഫോട്ടോകൾ എടുത്തു വെക്കുന്നത്? ഇപ്പോൾ ഫോട്ടോയുടെയൊക്കെ ഭിത്തിയിലൊക്കെ തറച്ചു വെക്കുന്ന, ഫ്രെയിം ചെയ്യുന്ന രീതികളൊക്കെ മാറി. ഇപ്പം നമ്മൾ മൊബൈൽ ഫോണുകളിൽ അവരുടെ ഫോട്ടോകൾ സ്ക്രീനിൽ സേവ് ചെയ്ത് വെക്കാറുണ്ടില്ലേ? അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ സ്ക്രീനിൽ എടുത്ത് വെക്കാറുണ്ട് അവരുടെ ഫോട്ടോകൾ, പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ കാണാൻ വേണ്ടിയിട്ട്. അത് കാണുമ്പോൾ പെട്ടെന്ന് അവരെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് നൽകുന്ന ഒരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. സുഖം പകരുന്ന, സന്തോഷം നൽകുന്ന ഈ ഓർമ്മ നമ്മളെ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയിലേക്കും ആ വ്യക്തിയുമായുള്ള അടുപ്പത്തിലേക്കുമാണ് നയിക്കുന്നത്.
അപ്പനോട് സ്നേഹം ഉണ്ടായിരുന്നു, അപ്പം മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ഫോട്ടോയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ ഇരിക്കാറുണ്ടോ? ഇല്ല. ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു ഓർമ്മയാണ്. ഇത് തന്നെയാണ് നമ്മൾ ദേവാലയങ്ങളിലും മറ്റിടങ്ങളിലും കാണുന്ന രൂപങ്ങൾ നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തലുകളാണ്. അതുകൊണ്ട് ആ രൂപങ്ങളിൽ തങ്ങി നിൽക്കേണ്ട ഭക്താഭ്യാസമായി മാത്രം നമ്മുടെ വിശ്വാസത്തെ മാറ്റാൻ പാടില്ല. ഇതാണ് നമ്മൾ ഓർമ്മപ്പെടുന്നത്. അല്ലാണ്ട് രൂപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അത് അപ്രകാരം ഉണ്ടാക്കി വെക്കരുത് എന്നോ അതിനെ ആരാധിക്കരുത് എന്നാണ് അർത്ഥം. മറിച്ച് അത് എന്തിനെയാണോ ദ്യോതിപ്പിക്കുന്നത്, സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ഉദ്ദേശം എന്താണോ അതിനെയാണ് ഞാനും നിങ്ങളും ധ്യാന വിഷയമാക്കേണ്ടത്. ആ രൂപം നമുക്ക് കാണിച്ചു തരുന്നത് അതിന് പുറകിലുള്ള വ്യക്തിയെയാണ്. ഇതൊരു ചൂണ്ടുപലക മാത്രമാണ്. നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ വഴി കാണിച്ചു തരുന്ന പല മാർഗങ്ങളുണ്ട്. മയിൽക്കുറ്റികളായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ. അതിനുശേഷം ഇപ്പോൾ വലിയ ബോർഡുകൾ, ബിൽ ബോർഡുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇല്ലേ? റോഡ് സൈഡുകളിലൊക്കെ മനോഹരമായി സ്ഥലങ്ങളെക്കുറിച്ചും അവ എത്ര കിലോമീറ്ററുകളുണ്ട് എന്നും കാണിച്ചു തരുന്ന ബോർഡുകളുണ്ട്. അല്ലെങ്കിൽ ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന ദിശാസൂചികളുണ്ട്. ആരോ മാർക്കുകൾ ഇട്ട് വെക്കാറുണ്ടില്ലേ? ഇത് നമ്മൾ അവിടെ നിന്ന് ആ ബോർഡ് കണ്ട്, ഉദാഹരണത്തിന് ചാലക്കുടിയിലേക്ക് പോകേണ്ടുന്ന ഒരു ബോർഡ് കണ്ടിട്ട് റോഡിൽ തന്നെ ആ ബോർഡിൻ്റെ മുമ്പിൽ നിന്നാൽ നിങ്ങൾ ചാലക്കുടിയിലെത്തുമോ? ഇല്ല. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ഉണ്ട് ചാലക്കുടിക്ക് എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലി കഴിയുമ്പോൾ ഇല്ല തൃശ്ശൂർ കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുമ്പോൾ അങ്ങനെ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ ആ ബോർഡിൻ്റെ മുമ്പിൽ ഇറങ്ങി നിന്നതുകൊണ്ട് നമ്മൾ ചാലക്കുടിയിലെത്തിയല്ല. നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കണം. ഇതാണ് വഴിയിൽ കണ്ണുടക്കി നിൽക്കുന്നവരാകരുത്, മറിച്ച് പിതാവിങ്കലേക്കുള്ള വഴിയായ യേശുനാഥനിലൂടെ മുൻപോട്ട് ചലിക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. രൂപങ്ങളിൽ കണ്ണുടക്കി ആ രൂപങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് നിൽക്കുന്നവരാകരുത്, മറിച്ച് ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിങ്കലേക്ക് നടക്കുന്നവരാകണം. അതിനുവേണ്ടിയുള്ള ദിശാസൂചികകൾ മാത്രമാണ് ഇവ എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയും സഹോദരീ സഹോദരങ്ങളെ ഓർത്തിരിക്കുക, ഈശോ വന്നതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്താനും പിതാവുമായി മനുഷ്യകുലത്തെ ബന്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. വിശുദ്ധ കുർബാനയിലെ 4-ാം ഗഹാന്ത പ്രാർത്ഥന ഈ വസ്തുത നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. ഗഹാന്ത പ്രാർത്ഥന എന്ന പ്രാർത്ഥനകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വിശുദ്ധ കുർബാന അർപ്പിക്കും അതിൽ 4-ാം ഗഹാന്ത പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥന ഇപ്രകാരമാണ്: അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. 4-ാം ഗഹാന്ത പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. അവിടെ വളരെ വ്യക്തമായിട്ട് വാക്കുകൾ ഇങ്ങനെയാണ്: അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും. ആരെക്കുറിച്ചാണ് പറയുന്നത്? യഹോവയാകുന്ന ദൈവത്തെക്കുറിച്ച്. അങ്ങു മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് പിതാവിനെ ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, ഈശോ ആർക്കു വെളിപ്പെടുത്തുന്നുവോ അവരും അല്ലാതെ മറ്റാരും പിതാവിനെ അറിയുന്നില്ല എന്ന് ഈശോ തൻ്റെ ഒരു പ്രാർത്ഥനയിൽ വ്യക്തമാക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അപ്രകാരം ഒരു വചനം നമ്മൾ കാണുന്നുണ്ട്. കൈകളിൽ ബൈബിളുള്ളവർ മത്തായിയുടെ സുവിശേഷം ഒന്ന് എടുക്കാവോ? മത്തായി 11-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം ഒന്ന് നോക്കാമോ? അവിടെ നമ്മൾ ഇപ്രകാരം ഒരു വചനം വായിക്കുന്നുണ്ട്. മത്തായി 11-ാം അധ്യായം 27-ാം വചനം: സർവവും എൻ്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ ആർക്കു വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. ഇവിടെ എന്താ വചനം നമ്മോട് പറയുന്നേ? എത്ര കൃത്യതയോടുകൂടെയാണ് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. സർവവും പിതാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നും പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല എന്നും പുത്രൻ ആർക്കു വെളിപ്പെടുത്തി കൊടുക്കുവാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല എന്നും യേശുനാഥൻ ഈ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ ഈ തിരുവചന ഭാഗം നമ്മളെല്ലാവരെയും വിളിക്കുന്നത് തന്നിലൂടെ
പിതാവ് മനുഷ്യർക്ക് വെളിപ്പെടുത്തപ്പെട്ടു എന്നതാണ് ഈശോയുടെ സുവിശേഷത്തിൻ്റെ അന്തസത്ത എന്ന് ലൂക്കാ സുവിശേഷകൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലൂക്കാ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇതിന് സമാനമായ ഒരു വാക്യം എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ലൂക്കാ 10-ാം അധ്യായം 21 മുതൽ 24 വരെയുള്ള വചനങ്ങളാണത്. ആ വചനങ്ങൾ ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 10-ാം അധ്യായം 21 മുതലുള്ള വചനങ്ങളൊന്ന് നോക്കാവോ? വചനം പറയാണ്, സഹോദരൻ സഹോദരനെയും, പിതാവ് മകനെയും, മക്കൾ മാതാപിതാക്കളെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഒരു പട്ടണത്തിൽ അവൻ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് പലായനം ചെയ്യുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളിലെല്ലാം ഓടിത്തീർക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ മേലെയല്ല, ഭൃത്യൻ യജമാനനേക്കാളും. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ സഹോദരങ്ങളെ നമ്മളെല്ലാവരെയും നയിക്കുന്നത് ഇപ്രകാരം ദൈവികമായ കൃപാവരങ്ങൾക്കനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കേണ്ടവരാണ് എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോഴാണ് ഈശോയെ കാണുന്നവൻ പിതാവിനെ കാണുന്നവനായി മാറണമെന്നും വഴിയായി ഈശോയിൽ തങ്ങി നിൽക്കാതെ പരിശുദ്ധാത്മാവിൽ പുത്രനിലൂടെ പിതാവിങ്കലേക്ക് എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് യാത്ര ചെയ്യേണ്ടവരാണ് ഓരോ ക്രിസ്തു വിശ്വാസിയും സഭാംഗവുമായ നാം എല്ലാവരും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, തുടർന്നുള്ള വാക്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാന വിഷയമാക്കാം. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ ശുഭവന്ദനം.